കാസർഗോഡ് കുമ്പടാജെ സ്വദേശി പുഷ്പലതയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പിടിയിൽ. കുമ്പടാജെ സ്വദേശി പരമേശ്വര നായിക്കാണ് പിടിയിലായത്. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ സമർത്ഥമായ അന്വേഷണത്തിലാണ് കേസിൽ പ്രതി പിടിയിലാകുന്നത്. മോഷണത്തിനിടെയായിരുന്നു കൊലപാതകം. പുഷ്പലതയുടെ മരണത്തിൽ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പോലീസ് ദുരൂഹത സംശയിച്ചിരുന്നു. മോഷണത്തിനിടെയുള്ള കൊലപാതകം എന്നായിരുന്നു പോലീസിന്റെ നിഗമനം. ഇത് സ്ഥിരീകരിക്കുന്നതാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഈ മാസം 14-ന് ഉച്ചയ്ക്ക് 2 മണിക്കും 4 മണിക്കുമിടയിൽ പുഷ്പലത കൊല്ലപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. മുഖം പൊത്തി ശ്വാസം മുട്ടിച്ചത് മരണകാരണമാവാമെന്നും റിപ്പോർട്ടിലുണ്ട്. പുഷ്പലതയുടെ മുഖത്തും കഴുത്തിലുമുള്ള പാടുകൾ പിടിവലിക്കിടയിൽ ഉണ്ടായതെന്നാണ് നിഗമനം. വയോധികയുടെ 4 പവൻ തൂക്കമുള്ള സ്വർണമാല നഷ്ടമായിരുന്നു. മൃതദേഹത്തിനടുത്ത് പാത്രത്തിൽ വെള്ളം കണ്ടതും മാല മോഷണമെന്ന സംശയത്തിലേക്ക് പോലീസിനെ നയിക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലമായതിനാൽ സമീപവാസികളെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അതിർത്തി മേഖലയായതിനാൽ കൃത്യത്തിന് ശേഷം പ്രതി കർണാടകത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയും അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.